പ്രധാനമായിട്ടും ഇന്നത്തെ കാലത്തിന് അനുസരിച്ചൊരു മാറ്റം ആഗ്രഹിച്ചുകൊണ്ടാണ് നമ്മുടെ മാനേജ്മെൻറ്റ് ഇങ്ങനൊരു ഡിസിഷൻ എടുത്തത്. ഒരുമിച്ച് വളരുക, സൗഹൃദം പങ്കിടുക, ഒരു സ്ത്രീയെ കുട്ടി, പെൺകുട്ടി, ആൺകുട്ടി ഒരു തിരിവില്ലാണ്ട്. ഒരുപാട് പേരൻസും കുട്ടികളും നാട്ടുകാരും ഒക്കെ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഇങ്ങനൊരു ചേഞ്ച് വന്നത്. ഒരു സ്ത്രീയെ ഒരു നല്ലൊരു അമ്മയാക്കി, നല്ലൊരു വ്യക്തിയായിട്ട് സമൂഹത്തിന് വിടാൻ വേണ്ടി സാധിക്കുന്ന കാര്യങ്ങളാണ് ചെയ്യുന്നത്. നമസ്കാരം. അങ്കമാലി മോർണിംഗ് സ്റ്റാർ വുമൻസ് കോളേജിൽ 58 വർഷങ്ങൾക്ക് ശേഷം മിക്സഡ് കോളേജാക്കി മാറ്റാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇനി ആൺകുട്ടികൾക്കും ഇവിടെ പഠിക്കാം. അങ്ങനെ ചരിത്രപരമായ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. കോളേജിൻ്റെ പ്രിൻസിപ്പൽ സിസ്റ്റർ ഷെമി ജോർജ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സിസ്റ്റർ, എന്താണ് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കാരണം? 1968 ആരംഭിച്ച കോളേജാണ് മോൺസ്റ്റാർ ഹോം സയൻസ് കോളേജ്. നമ്മുടെ കോളേജിൻ്റെ പേര് തന്നെ മോൺസ്റ്റാർ ഹോം സയൻസ് കോളേജ് എന്നായിരുന്നു. നമ്മൾ കഴിഞ്ഞ അക്കാഡമിക് ഇയർ മുതൽ മോൺസ്റ്റാർ കോളേജ് എന്നാക്കി. 1968 സാഹചര്യം എന്ന് വെച്ചാൽ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം വളരെ കുറവ് കിട്ടിയിരുന്ന ഒരു കാലഘട്ടമാണ്. ദൂരെ പോകാൻ പഠിക്കാൻ സാധിക്കുകയില്ല. ആ ഒരു അളവിലാണ് നമ്മൾ ഇവിടെ അങ്കമാലിയിൽ കോളേജ് ആരംഭിക്കുന്നത്. അപ്പം അന്നത്തെ കാലത്ത് ഹോം സയൻസ് എന്ന് പറയുന്നത് ഒരുപാട് സബ്ജക്റ്റ് അതിൽ വരുന്നുണ്ട്. ആളുകളുടെ അറിവില്ല. അടുക്കളയിൽ പണി മാത്രമല്ല, ഒരു സ്ത്രീ എങ്ങനെ ഒരു അമ്മയായി തീരണം, ആ ഒരു കൺസെപ്റ്റോട് കൂടിയാണ് ഈ കോളേജ് ആരംഭിക്കുകയും ഒരു സ്ത്രീയെ ഒരു നല്ലൊരു അമ്മയാക്കി, നല്ലൊരു വ്യക്തിയായിട്ട് സമൂഹത്തിന് വിടാൻ വേണ്ടി സാധിക്കുന്ന കാര്യങ്ങളാണ് ചെയ്തത്. പിന്നീട് പല കോഴ്സുകൾ ഇവിടെ ആരംഭിച്ചു. ഇപ്പോൾ 2026 നമ്മൾ എത്തിച്ചേരുമ്പോൾ മോൺസ്റ്റാർ കോളേജിൽ 10 UG പ്രോഗ്രാമും 5 PG പ്രോഗ്രാമും 2 PhD റിസർച്ച് സെൻറ്ററുമാണ് ഉള്ളത്. ഈ ഒരു അക്കാഡമിക് ഇയറിലാണ് നമ്മൾ കോ എഡ്യൂക്കേഷൻ എന്ന കൺസെപ്റ്റിലേക്ക് പോകുന്നത്. പ്രധാനമായിട്ടും ഇന്നത്തെ കാലത്തിന് അനുസരിച്ചൊരു മാറ്റം ആഗ്രഹിച്ചുകൊണ്ടാണ് നമ്മുടെ മാനേജ്മെൻറ്റ് ഇങ്ങനൊരു ഡിസിഷൻ എടുത്തത്. പ്രധാനമായിട്ട് നമുക്കറിയാം, ഇന്നത്തെ കാലത്ത് ഒരുമിച്ച് വളരുക, സൗഹൃദം പങ്കിടുക, ഒരു സ്ത്രീയെ കുട്ടി, പെൺകുട്ടി, ആൺകുട്ടി ഒരു തിരിവില്ലാണ്ട്. അതിനേക്കാൾ ഉപരിയായി ഈ അങ്കമാലിയിൽ ഒരു എയ്ഡഡ് കോളേജ് വേറെ ഇല്ല. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ ഈ കോളേജിൽ പഠിക്കുന്നത് മറ്റ് പല സ്ഥലങ്ങളിൽ നിന്നുള്ളവരാണ്. ഒരുപാട് പേരൻസും കുട്ടികളും നാട്ടുകാരും ഒക്കെ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഇങ്ങനൊരു ചേഞ്ച് വന്നത്. ചില കോഴ്സുകൾ നമ്മുടെ ഇവിടെ വളരെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ഹോം സയൻസ് ഉണ്ട്. അതും കേരളത്തിൽ പല സ്ഥലത്തും ഇല്ലാത്തതാണ്. വളരെ കുറച്ച് കോളേജുകളാണ് ഉള്ളത്. അപ്പോൾ അതിലേക്കും ആൺകുട്ടികൾ വരുന്നുണ്ട്. മറ്റ് സബ്ജക്റ്റുകൾ, ഒരു എയ്ഡഡ് കോളേജ് പഠിക്കാനുള്ള താല്പര്യം, പിന്നെ ചില ഫിസിക്കൽ എഡ്യൂക്കേഷൻ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഈ വർഷം നമ്മൾ എയർലൈൻ ടൂറിസം ആൻഡ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ് എന്ന കോഴ്സ് തുടങ്ങിയിട്ടുണ്ട്. ഒരു എയ്ഡഡ് കോഴ്സായിട്ട് കേരളത്തിൽ ഇതില്ല. അപ്പം ഇങ്ങനെ പല കോഴ്സുകളും ഉള്ളതുകൊണ്ട് പലരും ആവശ്യപ്പെട്ടതനുസരിച്ച് നമ്മളിങ്ങനെ ഒരു ചേഞ്ച് വരുത്തുന്നു. ചരിത്രപരമായ തീരുമാനം തന്നെയാണല്ലേ? അതെ, തീർച്ചയായിട്ടും. ആൺകുട്ടികളെ കൂടുതൽ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. ഇപ്പം നമ്മൾ ഒരു അലോട്ട്മെൻറ്റ് നടന്നുള്ളൂ. ആൺകുട്ടികൾ പെർസെൻറ്റേജ് അനുസരിച്ച് വന്നിട്ടുണ്ട്. നമുക്ക് അഡ്മിഷൻ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും നമുക്ക് ഇവിടെ അഡ്മിഷനുണ്ട്. പിന്നെ ചില സബ്ജക്റ്റുകളുടെ ആരംഭിച്ചിട്ടില്ല. പ്രത്യേകിച്ച് പുതിയതായിട്ട് ഈ അക്കാഡമിക് ഇയറിൽ നമുക്ക് കിട്ടിയ എയ്ഡഡ് കോഴ്സ് 2 ഉണ്ട്. പിന്നെ ഫിസിക്കൽ എഡ്യൂക്കേഷനാണ്. അതിൻ്റെ ആരംഭിച്ചിട്ടില്ല, സമയം ആയിട്ടില്ല. പിന്നെ എയർലൈൻ ടൂറിസം ആൻഡ് ഹോസ്പിറ്റാലിറ്റി, ഇതിനും നമുക്ക് എൻക്വയറി ഉണ്ട്. നമ്മൾ ആരംഭിക്കാൻ പോകുന്നതേ ഉള്ളൂ. തീർച്ചയായിട്ടും ഈ ഒരു കാലഘട്ടത്തിൽ പെൺകുട്ടിയെന്നും ആൺകുട്ടിയെന്നും ഒരു വേർതിരിവ് ഇല്ലാതെ അവർ മുന്നോട്ട് പോകണം. അതുകൊണ്ട് തന്നെയാണ് മാനേജ്മെൻറ്റ് ഇത്തരത്തിലൊരു തീരുമാനമെടുത്തത് എന്നാണ് പ്രിൻസിപ്പൽ വ്യക്തമാക്കിയിരിക്കുന്നത്. കൊച്ചിയിൽ നിന്നും DK ദിലീപിനോടൊപ്പം R. പിയൂഷ്, മറുനാടൻ മലയാളി.